ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ദക്ഷിണേശ്വരത്തിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? തെലുങ്ക് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആര്യ സമാജം, ബ്രഹ്മ സമാജം, പ്രാർത്ഥനാ സമാജം എന്നിവയുടെയൊക്കെ സ്ഥാപകർ ആരാണ്? അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെയൊക്കെ ഉത്തരങ്ങളും നമുക്ക് പഠിക്കാണ്ട്. അപ്പൊ നമുക്ക് നേരെ ആ ചോദ്യങ്ങളിലേക്ക് പോയാലോ? അതിനു മുമ്പ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാ സ്ഥലം? ബംഗാളാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ബംഗാളാണ്. എവിടെയാണ്? ബംഗാളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, നമ്മൾ കേരള നവോത്ഥാനവും ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കെമിസ്ട്രി, ഇന്ത്യൻ ഹിസ്റ്ററി, അങ്ങനെ ഓരോ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയിട്ട് 100 എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ 100 എന്നൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. ആരാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ്? ആരാണെന്ന് ഉത്തരം തീർച്ചയായും കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? എന്താ ചോദ്യം? ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഫാദർ ഓഫ് ഇന്ത്യൻ റിക്കവറി എന്നറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ഇന്ത്യൻ റിക്കവറി ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ റിക്കവറി എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അടുത്ത ചോദ്യം, രാജാറാം മോഹൻ റോയിയെ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാ? രാജാറാം മോഹൻ റോയിയെ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് രാജാറാം മോഹൻ റോയിയെ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ചോദ്യം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗം ഉപേക്ഷിച്ച് സാമൂഹിക പരിഷ്കരണ രംഗത്തേക്ക് പ്രവേശിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗം ഉപേക്ഷിച്ച് സാമൂഹിക പരിഷ്കരണ രംഗത്തേക്ക് പ്രവേശിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അടുത്ത ചോദ്യം, രാജാറാം മോഹൻ റോയ് കൽക്കട്ടയിൽ ആത്മീയ സഭ സ്ഥാപിച്ചത് എപ്പോഴാണ്? 1815 1815 രാജാറാം മോഹൻ റോയ് കൽക്കട്ടയിൽ ആത്മീയ സഭ സ്ഥാപിച്ചത്. അപ്പൊ ആത്മീയ സഭയുടെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. സ്ഥാപിച്ച വർഷം എപ്പോഴാണ്? 1815 ആണ്. 1815. അടുത്ത ചോദ്യം, ഹിന്ദുമതത്തിലെ പരിഷ്കരണത്തിന് ശ്രമിച്ചതിന് സ്വന്തം സമുദായത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഹിന്ദുമതത്തിലെ പരിഷ്കരണത്തിന് ശ്രമിച്ചതിന് സ്വന്തം സമുദായത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അടുത്ത ചോദ്യം, ഏകദൈവ തത്വം എന്ന ആശയം വെളിവാക്കുന്ന രാജാറാം മോഹൻ റോയ് രചിച്ച ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്ന കൃതി ഏതു ഭാഷയിലാണ്? ഏത് കൃതിയാണ്? ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്ന കൃതി ഏതു ഭാഷയിലാണ്? പേർഷ്യൻ ഭാഷയിലാണ്. ഏതു ഭാഷയിലാണ്? പേർഷ്യൻ ഭാഷയിലാണ്. ഏകദൈവ തത്വം എന്ന ആശയം വെളിവാക്കുന്ന രാജാറാം മോഹൻ റോയ് രചിച്ച ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്ന കൃതി ഏതു ഭാഷയിലാണ്? പേർഷ്യൻ ഭാഷയിലാണ്. ഏതിലാണ്? പേർഷ്യൻ ഭാഷയിലാണ്. അടുത്ത ചോദ്യം, ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്ന കൃതിയുടെ യഥാർത്ഥ നാമം എന്ത്? ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്ന കൃതിയുടെ യഥാർത്ഥ നാമം എന്താണ്? തുഹ്ഫത്തുൽ മുവാഹിദ്ദീൻ. ഏതാണ്? തുഹ്ഫത്തുൽ മുവാഹിദ്ദീൻ ആണ്. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്ന കൃതിയുടെ യഥാർത്ഥ നാമമാണ് തുഹ്ഫത്തുൽ മുവാഹിദ്ദീൻ. തുഹ്ഫത്തുൽ മുവാഹിദ്ദീൻ ആണ്. അടുത്ത ചോദ്യം, ജീസസിന്റെ കൽപ്പനകൾ എന്ന കൃതിയുടെ രചയിതാവ്. എന്താ ചോദ്യം? ജീസസിന്റെ കൽപ്പനകൾ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ജീസസിന്റെ കൽപ്പനകൾ എന്ന കൃതിയുടെ രചയിതാവ് രാജാറാം മോഹൻ റോയ്.
അടുത്ത ചോദ്യം, രാജാറാം മോഹൻ റോയ് ഹിന്ദുമതത്തിന്റെ പുനരുദ്ധാരണത്തിനായി കൽക്കട്ടയിൽ ബ്രഹ്മസഭ സ്ഥാപിച്ചത് എന്നാണ്? എപ്പോഴാണ്? 1828 അപ്പൊ എന്തൊക്കെ ചോദ്യം ഉണ്ട് അവിടെ? ബ്രഹ്മസഭയുടെ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസഭ സ്ഥാപിച്ച വർഷം എപ്പോഴാണ്? 1828. എവിടെയാണ് സ്ഥാപിച്ചത്? കൽക്കട്ടയിലാണ്. ഓക്കെ ആണല്ലോ. 1828 കൽക്കട്ടയിൽ ബ്രഹ്മസഭ ആര് സ്ഥാപിച്ചു? രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചു. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സതി നിർത്തലാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടായത് എപ്പോഴാണ്? 1829 ഇന്ത്യയിൽ സതി നിർത്തലാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടായ വർഷമാണ് 1829. അടുത്ത ചോദ്യം, യങ് ബംഗാൾ മൂവ്മെന്റ് ആരുടെ ആശയത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ്? യങ് ബംഗാൾ മൂവ്മെന്റ് ആരുടെ ആശയത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ്? ഹെൻറി വിവിയൻ ഡെറോസിയുടെ ആശയത്തിലാണ് യങ് ബംഗാൾ മൂവ്മെന്റ് രൂപം കൊണ്ടത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ജാതി സമ്പ്രദായത്തെ വിമർശിക്കുന്ന ബംഗാളി ഭാഷയിലേക്ക് രാജാറാം മോഹൻ റോയ് പരിഭാഷപ്പെടുത്തിയ നാടകമാണ് ഏത്? ബജ്റ സൂചി. ഏതാണ്? ബജ്റ സൂചിയാണ്. ജാതി സമ്പ്രദായത്തെ വിമർശിക്കുന്ന ബംഗാളി ഭാഷയിലേക്ക് രാജാറാം മോഹൻ റോയ് പരിഭാഷപ്പെടുത്തിയ നാടകം ഏതാണ്? ബജ്റ സൂചിയാണ്. ബജ്റ സൂചി. അടുത്ത ചോദ്യം, മോഡേൺ എൻക്രോച്ച്മെന്റ് ഓഫ് ആൻഷ്യന്റ് റൈറ്റ്സ് ഓഫ് ഫീമെയിൽ എന്ന ലേഖനത്തിന്റെ രചയിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. മോഡേൺ എൻക്രോച്ച്മെന്റ് ഓഫ് ആൻഷ്യന്റ് റൈറ്റ്സ് ഓഫ് ഫീമെയിൽ എന്ന ലേഖനത്തിന്റെ രചയിതാവ് രാജാറാം മോഹൻ റോയ്. ആരാണ്? രാജാറാം മോഹൻ റോയ്. അടുത്ത ചോദ്യം, സംവാദ് കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സംവാദ് കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് സംവാദ് കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ. അടുത്ത ചോദ്യം, സംവാദ് കൗമുദി എന്ന പത്രം ഏതു ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. ഏതു ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ് സംവാദ് കൗമുദി എന്ന പത്രം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനങ്ങളുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനങ്ങളുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ആരാണ്? രാജാറാം മോഹൻ റോയ്. സംവാദ് കൗമുദി പത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം എപ്പോഴാണ്? 1819 1819. അങ്ങനെ കാട്ടിയതാ പോരെ? 1819. സംവാദ് കൗമുദി പത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷമാണ് 1819. ഓക്കെ ആണല്ലോ. 1819. അടുത്ത ചോദ്യം, രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച വാരിക. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച വാരിക ഏതാണ്? മിറാത്തുൽ അക്ബർ. ഏതാണ്? മിറാത്തുൽ അക്ബർ. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച വാരികയാണ് മിറാത്തുൽ അക്ബർ. അടുത്ത ചോദ്യം, ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഭാരതീയൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഭാരതീയൻ ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ഇംഗ്ലണ്ട് സന്ദർശിച്ച വർഷം എപ്പോഴാണ്? 1830 രാജാറാം മോഹൻ റോയ് ഇംഗ്ലണ്ട് സന്ദർശിച്ച വർഷമാണ് 1830. രാജാറാം മോഹൻ റോയ് ഇംഗ്ലണ്ട് സന്ദർശിച്ച വർഷമാണ് 1830. രാജാറാം മോഹൻ റോയ്ക്ക് രാജാ പദവി നൽകിയ മുഗൾ ഭരണാധികാരി ആരാണ്? അക്ബർ ഷാ രണ്ടാമനാണ്. രാജാറാം മോഹൻ റോയ്ക്ക് രാജാ പദവി നൽകിയ മുഗൾ ഭരണാധികാരിയാണ് അക്ബർ ഷാ രണ്ടാമൻ. അടുത്ത ചോദ്യം, രാജാറാം മോഹൻ റോയ് മരണപ്പെട്ട വർഷം. രാജാറാം മോഹൻ റോയ് മരണപ്പെട്ട വർഷം എപ്പോഴാണ്? 1833 രാജാറാം മോഹൻ റോയ് മരണപ്പെട്ടത്. എപ്പോഴാണ്? 1833. രാജാറാം മോഹൻ റോയിയുടെ മരണത്തിന് കാരണമായ രോഗം ഏതാണ്? മെനിഞ്ചൈറ്റിസ് ആണ്. ഏതാണ്? മെനിഞ്ചൈറ്റിസ്. രാജാറാം മോഹൻ റോയിയുടെ മരണത്തിന് കാരണമായ രോഗമാണ് മെനിഞ്ചൈറ്റിസ്. ഏതാണ്? മെനിഞ്ചൈറ്റിസ് ആണ്. രാജാറാം മോഹൻ റോയ്ക്ക് ശേഷം ബ്രഹ്മ സമാജത്തെ നയിച്ചത് ആരാണ്? ദേവേന്ദ്രനാഥ് ടാഗോർ ആണ്. രാജാറാം മോഹൻ റോയ്ക്ക് ശേഷം ബ്രഹ്മ സമാജത്തെ നയിച്ചത് ആരാണ്? ദേവേന്ദ്രനാഥ് ടാഗോർ ആണ്. തത്വബോധിനി സഭയുടെ സ്ഥാപകൻ ആരാണ്? ദേവേന്ദ്രനാഥ് ടാഗോർ ആണ്. തത്വബോധിനി സഭയുടെ സ്ഥാപകനാണ് ദേവേന്ദ്രനാഥ് ടാഗോർ. അടുത്ത ചോദ്യം, സിവിൽ സർവീസിൽ പ്രവേശിച്ച ആദ്യ ഭാരതീയൻ ആരാണ്? സത്യേന്ദ്രനാഥ് ടാഗോർ ആണ്. സിവിൽ സർവീസിൽ പ്രവേശിച്ച ആദ്യ ഭാരതീയനാണ് സത്യേന്ദ്രനാഥ് ടാഗോർ. ഇത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറിന്റെ സഹോദരനാണ് സത്യേന്ദ്രനാഥ് ടാഗോർ. നേരത്തെ ആരെ പേര് പഠിച്ചു? ദേവേന്ദ്രനാഥ് ടാഗോർ. അതാരാണ്? രവീന്ദ്രനാഥ് ടാഗോറിന്റെ പിതാവാണ് ദേവേന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറിന്റെ സഹോദരനാണ് ആര്? സത്യേന്ദ്രനാഥ് ടാഗോർ. സിവിൽ സർവീസിൽ പ്രവേശിച്ച ആദ്യ ഭാരതീയനാണ് ആര്? സത്യേന്ദ്രനാഥ് ടാഗോർ. അടുത്ത ചോദ്യം,
തത്വബോധിനി പത്രിക എന്ന വാരിക പ്രസിദ്ധീകരിച്ചത് ആരാണ്? ദേവേന്ദ്രനാഥ് ടാഗോർ ആണ്. തത്വബോധിനി പത്രിക എന്ന വാരിക പ്രസിദ്ധീകരിച്ചത് ദേവേന്ദ്രനാഥ് ടാഗോർ ആണ്. അടുത്ത ചോദ്യം, 1862 കൽക്കട്ടയിൽ നിന്ന് ഇന്ത്യൻ മിറർ എന്ന പത്രം ആരംഭിച്ചത് ആര്? 1862 കൽക്കട്ടയിൽ നിന്ന് ഇന്ത്യൻ മിറർ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? അപ്പൊ എപ്പോഴാണ് ഇന്ത്യൻ മിറർ എന്ന പത്രം ആരംഭിച്ചത്? 1862 എവിടെ ആരംഭിച്ചു? കൽക്കട്ടയിൽ വെച്ച് ആരംഭിച്ചു. ഇനി എന്താ ചോദ്യം, ആരാണ് ആരംഭിച്ചത്? ദേവേന്ദ്രനാഥ് ടാഗോർ ആണ്. അപ്പൊ 1862 ഇന്ത്യൻ മിറർ എന്ന പത്രം സ്ഥാപിതമായത്. എവിടെ വെച്ചിട്ടാണ്? കൽക്കട്ടയിൽ വെച്ചിട്ടാണ് ആരംഭിച്ചത്. ആരാരംഭിച്ചു? ദേവേന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ചു. അടുത്ത ചോദ്യം, ബ്രഹ്മസമാജം, ആദി ബ്രഹ്മസമാജം, ഇന്ത്യൻ ബ്രഹ്മസമാജം എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞത് എന്നാണ്? ബ്രഹ്മസമാജം, ആദി ബ്രഹ്മസമാജം, ഇന്ത്യൻ ബ്രഹ്മസമാജം എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞതെന്നാണ്? 1866 എപ്പോഴാണ്? 1866 രണ്ടായി പിരിഞ്ഞു. എന്തൊക്കെയായിട്ടാണ്? ആദി ബ്രഹ്മസമാജം, പിന്നെന്താണ്? ഇന്ത്യൻ ബ്രഹ്മസമാജം. അടുത്ത ചോദ്യം, ആദി ബ്രഹ്മസമാജത്തെ നയിച്ചത് ആരാണ്? ദേവേന്ദ്രനാഥ് ടാഗോർ ആണ്. അത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഫാദറാണ്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ പിതാവാണ് ദേവേന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേരെന്താ? സത്യേന്ദ്രനാഥ് ടാഗോർ. പിതാവിന്റെ പേരെന്താണ്? ദേവേന്ദ്രനാഥ് ടാഗോർ. ആദി ബ്രഹ്മസമാജത്തെ നയിച്ചത് ദേവേന്ദ്രനാഥ് ടാഗോർ ആണ്. ആരാണ്? ദേവേന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യൻ ബ്രഹ്മസമാജത്തെ നയിച്ചത് ആരാണ്? കേശവ ചന്ദ്രസെൻ ആണ്. ഇന്ത്യൻ ബ്രഹ്മസമാജത്തെ നയിച്ചത് കേശവ ചന്ദ്രസെൻ. ആരാണ്? കേശവ ചന്ദ്രസെൻ. അടുത്ത ചോദ്യം, സോം പ്രകാശ് എന്ന പ്രസിദ്ധമായ ബംഗാളി പത്രത്തിന്റെ രൂപീകരണത്തിന് കാരണക്കാരനായ സാമൂഹ്യ പരിഷ്കർത്താവ്. സോം പ്രകാശ് എന്ന പ്രസിദ്ധമായ ബംഗാളി പത്രത്തിന്റെ രൂപീകരണത്തിന് കാരണക്കാരനായ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. സോം പ്രകാശ് എന്ന പ്രസിദ്ധമായ എന്ത് പത്രമാണ്? ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലെ പത്രമാണ്. ആരാണ് സ്ഥാപകൻ? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അടുത്ത ചോദ്യം, ബംഗാളി ഗദ്യ സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബംഗാളി ഗദ്യ സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. എന്താണ്? ബംഗാളി ഗദ്യ സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അടുത്ത ചോദ്യം, പ്രസിദ്ധമായ ബംഗാളി പാഠാവലിയുടെ രചയിതാവായ സാമൂഹിക പരിഷ്കർത്താവ്. പ്രസിദ്ധമായ ബംഗാളി പാഠാവലിയുടെ രചയിതാവായ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് പ്രസിദ്ധമായ ബംഗാളി പാഠാവലിയുടെ രചയിതാവ്. ഇന്ത്യയിൽ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഇന്ത്യയിൽ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. അടുത്ത ചോദ്യം, വിധവകൾക്കായി ബോംബെയിൽ ശാരദാ സദൻ എന്ന വിദ്യാഭ്യാസ കേന്ദ്രം ആരംഭിച്ചത്. വിധവകൾക്കായി ബോംബെയിൽ ശാരദാ സദൻ എന്ന വിദ്യാഭ്യാസ കേന്ദ്രം ആരംഭിച്ചത് ആരാണ്? പണ്ഡിത രമാബായി ആണ്. ആരാണ്? പണ്ഡിത രമാബായി. എവിടെയാണ് ആരംഭിച്ചത്? ബോംബെയിലാണ്. എന്താണ്? ശാരദാ സദൻ ആരാരംഭിച്ചു? പണ്ഡിത രമാബായി ആണ് ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ശാരദാ സദൻ സ്ഥാപിതമായ വർഷം എപ്പോഴാണ്? 1889 1889 ശാരദാ സദൻ സ്ഥാപിതമായത്. എപ്പോഴാണ്? 1889 ഇന്ത്യയിൽ സ്ത്രീകൾക്കായുള്ള ആദ്യ സർവകലാശാല 1916 പൂനെയിൽ സ്ഥാപിച്ചത് ആര്? ഇന്ത്യയിൽ സ്ത്രീകൾക്കായുള്ള ആദ്യ സർവകലാശാല 1916 പൂനെയിൽ സ്ഥാപിച്ചത് ആരാണ്? DK കാർവേ. ആരാണ്? DK കാർവേ ആണ് ഇന്ത്യയിൽ സ്ത്രീകൾക്കായുള്ള ആദ്യ സർവകലാശാല എപ്പോ സ്ഥാപിച്ചു? 1916 എവിടെ സ്ഥാപിച്ചു? പൂനെയിൽ സ്ഥാപിച്ചത്. ആര് സ്ഥാപിച്ചു? DK കാർവേ. ആരാണ്? DK കാർവേ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ഭാരതരത്ന ജേതാവ് ആര്? ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ഭാരതരത്ന ജേതാവ് ആരാണ്? DK കാർവേ ആണ്. ആരാണ്? DK കാർവേ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ഭാരതരത്ന ജേതാവാണ് DK കാർവേ. അടുത്ത ചോദ്യം, 2023 ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ 200ാമത് ജന്മശതാബ്ദി ആഘോഷങ്ങൾക്കാണ് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി തുടക്കമിട്ടത്? ആരുടെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്കാണ് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി തുടക്കമിട്ടത്. എത്രാമത്തെയാണ്? 200ാമത്തെയാണ്. 200ാമത്.
അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. എന്താണ് ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്? ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നു. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം എന്താണ്? മൂൽ ശങ്കർ. എന്താണ്? മൂൽ ശങ്കർ എന്നാണ് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം. അടുത്ത ചോദ്യം, ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത്. വിദേശ ഭരണം എത്ര തന്നെ മികച്ചതായാലും അത് സ്വയം ഭരണത്തിന് പകരമാവില്ല എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. വിദേശ ഭരണം എത്ര തന്നെ മികച്ചതായാലും അത് സ്വയം ഭരണത്തിന് പകരമാവില്ല എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ആദ്യമായി മുഴക്കിയത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അടുത്ത ചോദ്യം, ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. എപ്പോ സ്ഥാപിച്ചു? 1875 ആര്യ സമാജം സ്ഥാപിതമായ വർഷം. എപ്പോഴാണ്? 1875. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? സത്യാർത്ഥ പ്രകാശം. ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. സത്യാർത്ഥ പ്രകാശം. അടുത്ത ചോദ്യം, വേദഭാഷാ ഭൂമിക എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. വേദഭാഷാ ഭൂമിക എന്ന കൃതിയുടെ രചയിതാവാണ് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്? മൂൽ ശങ്കർ. എന്താണ്? മൂൽ ശങ്കർ. വേദഭാഷാ ഭൂമിക എന്ന കൃതിയുടെ കർത്താവാണ് സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്ത ചോദ്യം, വേദങ്ങളിലേക്ക് മടങ്ങുവിൻ എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. വേദങ്ങളിലേക്ക് മടങ്ങുവിൻ എന്ന് പറഞ്ഞത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. എന്നാൽ ഗീതയിലേക്ക് മടങ്ങുവിൻ എന്ന് പറഞ്ഞത് ആരാണ്? അടുത്ത ചോദ്യം, ഗീതയിലേക്ക് മടങ്ങുവിൻ എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ഗീതയിലേക്ക് മടങ്ങുവിൻ എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. വേദങ്ങളിലേക്ക് മടങ്ങുവിൻ എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ ആണല്ലോ. ഗീതയിലേക്ക് മടങ്ങുവിൻ എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. അടുത്ത ചോദ്യം, മതം മാറിപ്പോയവരെ ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനും അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് എത്തിക്കുന്നതിനുമായി ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനമാണ് ഏത്? ശുദ്ധി പ്രസ്ഥാനം. ഏതാണ്? ശുദ്ധി പ്രസ്ഥാനമാണ് മതം മാറിപ്പോയവരെ ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനും അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് എത്തിക്കുന്നതിനുമായി ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനം. ഏതാണ്? ശുദ്ധി പ്രസ്ഥാനമാണ്. ഏതാണ്? ശുദ്ധി പ്രസ്ഥാനം. അടുത്ത ചോദ്യം, ദയാനന്ദ ആംഗ്ലോ വേദിക കോളേജ് സ്ഥാപിച്ച ആര്യ സമാജ അനുയായി ആരാണ്? ഹാൻസ് രാജ് ആണ്. ആരാണ്? ഹാൻസ് രാജ്. ദയാനന്ദ ആംഗ്ലോ വേദിക കോളേജ് സ്ഥാപിച്ച ആര്യ സമാജ അനുയായിയാണ് ഹാൻസ് രാജ്. ഹാൻസ് രാജ് ആണ്. അടുത്ത ചോദ്യം, ഗുരുകുലം എന്ന വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിച്ച ആര്യ സമാജ അനുയായി. എന്താണ്? ഗുരുകുലം എന്ന വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിച്ച ആര്യ സമാജ അനുയായി ആരാണ്? സ്വാമി ശ്രദ്ധാനന്ദൻ. ആരാണ്? സ്വാമി ശ്രദ്ധാനന്ദനാണ് ഗുരുകുലം എന്ന വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിച്ച ആര്യ സമാജ അനുയായി. ആരാണ്? സ്വാമി ശ്രദ്ധാനന്ദൻ. അടുത്ത ചോദ്യം, കോളേജ് വിഭാഗം, ഗുരുകുല വിഭാഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏത് സംഘടനയുടെ വകഭേദമാണ്? ഏത് സംഘടനയുടെ? ആര്യ സമാജത്തിന്റെ. ഏതാണ്? ആര്യ സമാജത്തിന്റെയാണ് കോളേജ് വിഭാഗം, ഗുരുകുല വിഭാഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏത് സംഘടനയുടെ വകഭേദമാണ്? ആര്യ സമാജത്തിന്റെ. ഏതാണ്? ആര്യ സമാജം. അടുത്ത ചോദ്യം, ആര്യസഭ എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? ആരാണ്? സ്വാമി അഗ്നിവേശ് ആണ്. ആര്യസഭ എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? സ്വാമി അഗ്നിവേശ് ആണ്. ആരാണ്? സ്വാമി അഗ്നിവേശ്. അടുത്ത ചോദ്യം, 60ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിൽ സാമൂഹിക മതപരിഷ്കരണത്തിന് തുടക്കം കുറിച്ച ആദ്യ പ്രസ്ഥാനം. ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിൽ സാമൂഹിക മതപരിഷ്കരണത്തിന് തുടക്കം കുറിച്ച ആദ്യ പ്രസ്ഥാനം ഏതാണ്? വഹാബി പ്രസ്ഥാനമാണ്. ഏതാണ്? വഹാബി പ്രസ്ഥാനം. വഹാബി പ്രസ്ഥാനം. ഇന്ത്യയിൽ വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. ഇന്ത്യയിൽ ആരാണ് സ്ഥാപകൻ? സർ സയ്യിദ് അഹമ്മദ് ബ്രൽവി. ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ബ്രൽവി. അത് കൺഫ്യൂഷൻ ആവും, ശ്രദ്ധിക്കണം. സർ സയ്യിദ് അഹമ്മദ് ഖാൻ അല്ല. ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ബ്രൽവി ആണ്. ഇന്ത്യയിൽ വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് സർ സയ്യിദ് അഹമ്മദ് ബ്രൽവി. ആരല്ല?
സർ സയ്യിദ് അഹമ്മദ് ഖാൻ അല്ല, രണ്ടും രണ്ടാണ്. സർ സയ്യിദ് അഹമ്മദ് ബ്രൽവിയാണ് ഇന്ത്യയിൽ വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. അടുത്ത ചോദ്യം, അലിഗഡ് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. അലിഗഡ് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അടുത്ത ചോദ്യം, 1875 അലിഗഡിൽ മുഹമ്മദ് ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. 1875 അലിഗഡിൽ മുഹമ്മദ് ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. എവിടെയാണ് സ്ഥാപിച്ചത്? അലിഗഡിലാണ്. എപ്പോ സ്ഥാപിച്ചു? 1875 സ്ഥാപിച്ചത്. ആരാണ് സ്ഥാപിച്ചത്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് സ്ഥാപിച്ചത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ബദലായി സർ സയ്യിദ് അഹമ്മദ് ഖാൻ 1888 രൂപീകരിച്ച സംഘടന ഏതാണ്? പാട്രിയോട്ടിക് അസോസിയേഷൻ. പാട്രിയോട്ടിക് അസോസിയേഷൻ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ബദലായി സർ സയ്യിദ് അഹമ്മദ് ഖാൻ എപ്പോ സ്ഥാപിച്ചു? 1888 രൂപീകരിച്ച സംഘടനയാണ് പാട്രിയോട്ടിക് അസോസിയേഷൻ. അടുത്ത ചോദ്യം, ലോയൽ മുഹമ്മദൻസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ എന്താണ്? ലോയൽ മുഹമ്മദൻസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് ലോയൽ മുഹമ്മദൻസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. അടുത്ത ചോദ്യം, ഇന്ത്യയാകുന്ന വധുവിന്റെ ഒരു കണ്ണ് ഹിന്ദുവും മറ്റേത് മുസ്ലിമും ആണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ഇന്ത്യയാകുന്ന വധുവിന്റെ ഒരു കണ്ണ് ഹിന്ദുവും മറ്റേത് മുസ്ലിമും ആണെന്ന് അഭിപ്രായപ്പെട്ടത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. 1863 മുഹമ്മദ് ലിറ്റററി സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? നവാബ് മുഹമ്മദ് അബ്ദുൽ ലത്തീഫ്. നവാബ് മുഹമ്മദ് അബ്ദുൽ ലത്തീഫ് ആണ്. 1863 മുഹമ്മദ് ലിറ്റററി സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? മുഹമ്മദ് രണ്ടിലുണ്ട്, ഉത്തരത്തിലും ചോദ്യത്തിലും മുഹമ്മദ് ഉണ്ട്. അങ്ങനെ കണക്ട് ചെയ്തൂടെ? നവാബ് മുഹമ്മദ് അബ്ദുൽ ലത്തീഫ്. എപ്പോഴാണ് സ്ഥാപിച്ചത്? 1863. അടുത്ത ചോദ്യം, തിയോസഫിക്കൽ സൊസൈറ്റി രൂപീകരിക്കപ്പെട്ടത് എവിടെയാണ്? USA തിയോസഫിക്കൽ സൊസൈറ്റി രൂപീകരിക്കപ്പെട്ടത് USA എന്നാൽ ഇന്ത്യയിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? അടയാർ, ചെന്നൈക്ക് അടുത്തുള്ള അടയാറിലാണ്. ഇന്ത്യയിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? അടയാറിലാണ്. ഇന്ത്യയിൽ തിയോസഫിക്കൽ സൊസൈറ്റി പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധ നേടിയ വനിത തിയോസഫിക്കൽ സൊസൈറ്റി പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധ നേടിയ വനിത ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. ഇന്ത്യയിൽ തിയോസഫിക്കൽ സൊസൈറ്റി പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധ നേടിയ വനിതയാണ് ആനി ബസന്റ്. ആനി ബസന്റ്. അടുത്ത ചോദ്യം, 1898 ബനാറസ് സെൻട്രൽ ഹിന്ദു കോളേജ് ആരംഭിച്ചത് ആനി ബസന്റ് ആണ്. 1898 ബനാറസ് സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് അല്ലെങ്കിൽ ആരംഭിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ്. എവിടെ സ്ഥാപിച്ചു? ബനാറസിലാണ്. എപ്പോഴാണ് സ്ഥാപിച്ചത്? 1898 ബനാറസ് സെൻട്രൽ ഹിന്ദു കോളേജ് ആര് സ്ഥാപിച്ചു? ആനി ബസന്റ്. 1916 മദ്രാസിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് 1916 എപ്പോഴാണ്? 1916 എവിടെ? മദ്രാസിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ന്യൂ ഇന്ത്യ എന്ന ദിനപത്രം ആരംഭിച്ചത് ന്യൂ ഇന്ത്യ എന്ന ദിനപത്രം ആരംഭിച്ചത് ആനി ബസന്റ് ആണ്. ആനി ബസന്റ് ആണ് ന്യൂ ഇന്ത്യ എന്ന ദിനപത്രം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ആനി ബസന്റ് ആരംഭിച്ച വാരിക കോമൺ വീൽ ആണ്. ആനി ബസന്റ് ആരംഭിച്ച വാരികയാണ് കോമൺ വീൽ. അടുത്ത ചോദ്യം, ദക്ഷിണേശ്വരത്തിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ദക്ഷിണേശ്വരത്തിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീ രാമകൃഷ്ണ പരമഹംസൻ. ദക്ഷിണേശ്വരത്തിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീ രാമകൃഷ്ണ പരമഹംസൻ. അടുത്ത ചോദ്യം, ശ്രീ രാമകൃഷ്ണ പരമഹംസന്റെ യഥാർത്ഥ നാമം ഗദാധർ ചാറ്റർജി ആണ്. ഗദാധർ ചാറ്റർജി. ശ്രീ രാമകൃഷ്ണ പരമഹംസന്റെ യഥാർത്ഥ നാമമാണ് ഗദാധർ ചാറ്റർജി. മാനവസേവ മാധവസേവ എന്ന ആപ്തവാക്യം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാധവസേവ എന്ന ആപ്തവാക്യം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രീ രാമകൃഷ്ണ പരമഹംസനുമായി ബന്ധപ്പെട്ടതാണ് മാനവസേവ മാധവസേവ എന്ന ആപ്തവാക്യം. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യം, സമത്വം, സ്വാതന്ത്ര്യ ചിന്ത എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി സ്ഥാപിക്കപ്പെട്ട സംഘടന രാമകൃഷ്ണ മിഷൻ ആണ്. സ്വാതന്ത്ര്യം, സമത്വം, സ്വാതന്ത്ര്യ ചിന്ത എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. അടുത്ത ചോദ്യം, രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്.
അടുത്ത ചോദ്യം, രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് ഏത്? ശാരദാ മഠം. ഏതാണ്? ശാരദാ മഠം. രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് ശാരദാ മഠം. അടുത്ത ചോദ്യം, സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് എപ്പോഴാണ്? 1897 സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം എന്താണ്? നരേന്ദ്രനാഥ ദത്ത. എന്താണ്? നരേന്ദ്രനാഥ് ദത്ത എന്നാണ് സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ആരുടെയാണ്? സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ്. എന്നാണ്? ജനുവരി 12 സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം എന്തായിട്ടാണ് ആചരിക്കുന്നത്? ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു. അടുത്ത ചോദ്യം, പട്ടിണി കിടക്കുന്നവരോട് മതബോധനം നടത്തുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. പട്ടിണി കിടക്കുന്നവരോട് മതബോധനം നടത്തുന്നത് അവനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. ആരാണ്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദന്റെ പ്രസിദ്ധമായ ചിക്കാഗോ പ്രസംഗം ഏതു വർഷം? എപ്പോഴാണ്? 1893 സ്വാമി വിവേകാനന്ദന്റെ വളരെ പ്രസിദ്ധമായ ഏതാണ്? ചിക്കാഗോ പ്രസംഗം. എപ്പോഴാണ്? 1893. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച ഇംഗ്ലീഷ് മാസിക ഏതാണ്? പ്രബുദ്ധ ഭാരതം. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച ഇംഗ്ലീഷ് മാസികയാണ് ഏത്? പ്രബുദ്ധ ഭാരതം. അടുത്ത ചോദ്യം, സ്വാമി വിവേകാനന്ദൻ ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദ്വൈവാരിക ഏതാണ്? ഉദ്ബോധനം. സ്വാമി വിവേകാനന്ദൻ ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദ്വൈവാരികയാണ് ഏത്? ഉദ്ബോധനം. ഏതാണ്? ഉദ്ബോധനം. അടുത്ത ചോദ്യം, ഭക്തിയോഗ കർമ്മയോഗ എന്നീ കൃതികളുടെ രചയിതാവ്. ഭക്തിയോഗ കർമ്മയോഗ എന്നീ കൃതികളുടെ രചയിതാവ് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ഭക്തിയോഗ കർമ്മയോഗ എന്നീ കൃതികളുടെ രചയിതാവാണ് സ്വാമി വിവേകാനന്ദൻ. അടുത്ത ചോദ്യം, സ്വാമി വിവേകാനന്ദനെ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് വിളിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സ്വാമി വിവേകാനന്ദനെ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് വിളിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. എന്നാൽ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് ചോദ്യം വന്ന ഉത്തരം ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ആരാണ് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? രാജാറാം മോഹൻ റോയ് ആണ്. എന്നാൽ സ്വാമി വിവേകാനന്ദനെ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് വിളിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്നറിയപ്പെടുന്നത് സ്വാമി വിവേകാനന്ദനാണ്. അടുത്ത ചോദ്യം, സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ദ മാസ്റ്റർ ആസ് ഐ സോ ഹിം എന്ന കൃതി രചിച്ചത് ആരാണ്? സിസ്റ്റർ നിവേദിതയാണ്. ആരാണ്? സിസ്റ്റർ നിവേദിത. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ദ മാസ്റ്റർ ആസ് ഐ സോ ഹിം എന്ന കൃതി രചിച്ചത് ആരാണ്? സിസ്റ്റർ നിവേദിതയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ആരാണ്? സിസ്റ്റർ നിവേദിതയാണ്. അടുത്ത ചോദ്യം, പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? ആത്മാറാം പാണ്ഡുരംഗ് ആണ്. ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകനാണ് ആത്മാറാം പാണ്ഡുരംഗ്. അടുത്ത ചോദ്യം, ഏത് സംഘടനയുടെ മാതൃകയിലാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിക്കപ്പെട്ടത്? ഏതിന്റെയാണ്? ബ്രഹ്മ സമാജത്തിന്റെ മാതൃകയിലാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, പ്രാർത്ഥനാ സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ ദക്ഷിണേന്ത്യയിൽ വ്യാപിപ്പിക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ച സാമൂഹിക പരിഷ്കർത്താവ്. പ്രാർത്ഥനാ സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ ദക്ഷിണേന്ത്യയിൽ വ്യാപിപ്പിക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വീരേശലിംഗം. ആരാണ്? വീരേശലിംഗം. അടുത്ത ചോദ്യം, തെലുങ്ക് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വീരേശലിംഗമാണ്. തെലുങ്ക് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വീരേശലിംഗമാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. 1906 ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആരാണ്? വീരേശലിംഗമാണ്. ആരാണ്? വീരേശലിംഗം. 1906 ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം. അടുത്ത ചോദ്യം, വിവേകവർദ്ധിനി എന്ന മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ്. എന്താണ്? വിവേകവർദ്ധിനി എന്ന മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വീരേശലിംഗമാണ്. വിവേകവർദ്ധിനി എന്ന മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ് വീരേശലിംഗം. അടുത്ത ചോദ്യം, സത്യശോധക് സമാജ് എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ജ്യോതിറാവു ഫൂലെ. ആരാണ്? ജ്യോതിറാവു ഫൂലെ. സത്യശോധക് സമാജ് എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ജ്യോതിറാവു ഫൂലെയാണ്.
അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ജാതി വിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ജാതി വിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജ്യോതിറാവു ഫൂലെയാണ്. ആരാണ്? ജ്യോതിറാവു ഫൂലെയാണ്. അടുത്ത ചോദ്യം, 100ാമത്തെ ചോദ്യം, അംബേദ്കറുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. എന്താണ്? അംബേദ്കറുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ജ്യോതിറാവു ഫൂലെയാണ്. എന്താണ്? അംബേദ്കറുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ജ്യോതിറാവു ഫൂലെ. അപ്പോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും ചോദ്യങ്ങൾ ക്ലിയർ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്